ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പുതിയൊരു യൂണിവേഴ്സിറ്റി പരിചയപ്പെടാം. ബെർലിനിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ, അല്ലെങ്കിൽ ബെർലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന വളരെ പഴക്കമുള്ള ഫേമസ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. 1879 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. അതായത് ജർമ്മനിയിലെ ആദ്യത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ. ഇവിടെ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ഇന്ത്യയിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തൊട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം തന്നെ ഈ യൂണിവേഴ്സിറ്റി ചെയ്യാൻ പറ്റും. 25ഓളം കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ കോഴ്സസാണ് അവൈലബിൾ ആവുക എന്നുള്ളത് ഞാനിവിടെ ഒന്ന് പറയാം. പിന്നെ ആ കോഴ്സിലെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ്, അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കൂടാതെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ക്യാമ്പസിൽ വന്നത്. ക്യാമ്പസിൽ വന്നു കഴിഞ്ഞ സമയത്ത് നല്ല തണുപ്പാണ്, -2 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ക്യാമറയായിട്ട് ക്യാമ്പസ് മുഴുവൻ നടന്നിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. എന്നാലും പറ്റുന്നത്ര കാര്യങ്ങൾ ക്യാമ്പസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഈ ഇൻഫർമേഷൻ്റെ മീൻസ് നിങ്ങൾ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഈ ക്യാമ്പസ് ഒന്ന് കാണാനുള്ള അവസരം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാമ്പസ് ഒന്ന് കാണും, കൂടാതെ കോഴ്സസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് അവിടെ അവൈലബിൾ ആവുന്ന കോഴ്സസ്, അതാണ് നമ്മളുടെ പ്രൈം മോട്ടോ. അപ്പോൾ നിങ്ങൾ ആ കോഴ്സസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഞാൻ 1 by 1 ആയിട്ട് ആ കോഴ്സസ് ഒന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് കോഴ്സ് നമ്പർ 1 എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ടൈപ്പോളജിയാണ്. MSc പ്രോഗ്രാം നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ബിൽഡിംഗ് സസ്റ്റൈനബിലിറ്റി MBA പ്രോഗ്രാം അവൈലബിൾ ആണ്. പിന്നെ സിവിൽ സിസ്റ്റം എഞ്ചിനീയറിംഗ് MSc പ്രോഗ്രാമാണ്. അതുപോലെ കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ് MSc പ്രോഗ്രാമാണ്. അത് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് MSc പ്രോഗ്രാം. അതുപോലെ എക്കോളജി ആൻഡ് എൻവയറൺമെൻറ്റൽ പ്ലാനിംഗ് MSc. എക്കണോമിക്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റി MSc ആണ്. അതുപോലെ എനർജി മാനേജ്മെൻറ്റ് MBA കോഴ്സാണ്. എൻവയറൺമെൻറ്റൽ പ്ലാനിംഗ് MSc കോഴ്സ് അവൈലബിൾ ആണ്. യൂറോപ്യൻ ആൻഡ് ഇൻ്റർനാഷണൽ എനർജി ലോ അത് MBL ആണ്. പിന്നെ ഗ്ലോബൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് MSc. ICT ഇന്നൊവേഷൻ MSc കോഴ്സസ് ആണ്. ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെൻറ്റ് MSc ആണ്. ഇന്നൊവേഷൻ മാനേജ്മെൻറ്റ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സസ്റ്റൈനബിലിറ്റി MSc. പോളിമർ സയൻസ് MSc കോഴ്സാണ്. പ്രോസസ് എനർജി ആൻഡ് എൻവയറൺമെൻറ്റൽ സിസ്റ്റം എഞ്ചിനീയറിംഗ് MSc. സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് MSc പ്രോഗ്രാം. അതുപോലെ സ്പേസ് എഞ്ചിനീയറിംഗ് MSc. സസ്റ്റൈനബിൾ മൊബിലിറ്റി മാനേജ്മെൻറ്റ് MBA കോഴ്സാണ്. അർബൻ ആൻഡ് റീജിയണൽ പ്ലാനിംഗ് MSc കോഴ്സാണ്. അതുപോലെ അർബൻ ഡിസൈൻ MSc. അർബൻ എക്കോസിസ്റ്റം സയൻസസ് MSc കോഴ്സ്. അതുപോലെ അർബൻ മാനേജ്മെൻറ്റ് MSc. ഇത്രയും കോഴ്സസ് നിങ്ങൾക്ക് ജർമ്മനിയിലെ ഈ യൂണിവേഴ്സിറ്റിയിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ക്രെഡിറ്റ് പോയിൻറ്റ്സ്, അതായത് നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നന്നായിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി IELTS, പലപ്പോഴും പല കോഴ്സസിനും ഇതിന് IELTS 7 ആവശ്യമുണ്ട്. മിനിമം 6.5 എങ്കിലും മിക്കവാറും കോഴ്സസിന് ആവശ്യമുണ്ട്. നല്ല പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അതായത് നമ്മളൊരു 80% അല്ലെങ്കിൽ അതിന് മുകളിലോ മാർക്കുള്ള ആൾക്കാർക്കാണ് മിക്കവാറും ഈ യൂണിവേഴ്സിറ്റിയിൽ, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, പബ്ലിക് റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ്, ഇതിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടും, പഠിക്കുകയും ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് അറിയാമല്ലോ, ജർമ്മനിയിൽ ഈ കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നല്ല കമ്പനികളിൽ, ലോകത്തുള്ള വളരെ പ്രസിദ്ധമായ കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. TU ബെർലിനെ പറ്റി പറയുന്ന സമയത്ത് അവിടെ പഠിച്ചിറങ്ങിയ വളരെ പ്രഗത്ഭരായ കുറേ വ്യക്തികളുണ്ട്. അവരെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് TU ബെർലിനെ പറ്റി പറയാൻ പറ്റില്ല. കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് TU ബെർലിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അത് നാസയിൽ ജോലി ചെയ്ത ആൾക്കാരും സയൻറ്റിസ്റ്റായിട്ടും പിന്നെ അതുപോലെ എന്താ പറയുക, നോബൽ പ്രൈസ് ലോറിയറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് പേരുണ്ട്. 100-150 ആൾക്കാർ, വളരെ പ്രസിദ്ധരായ ആൾക്കാരുണ്ട്. എന്നാലും നമുക്ക് മുഴുവൻ പേരെയും ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ കുറച്ച് പേരെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടും, കാര്യം നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിനെ പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ആ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഗ്രേഡിങ്ങും അതിൻ്റെ ഒരു പൊസിഷനും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതും കൂടി പറയേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു 4-5 പേരെയും കൂടി നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ആരൊക്കെയാണ് അവിടുത്തെ നോട്ടബിൾ അലുമിനീസ് എന്നുള്ളത്. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കൂ. ഓക്കെ, അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് വെർണർ ഫോൺ ബ്രൗൺ ആണ്. അദ്ദേഹം നാസയിലെ ബാലിസ്റ്റിക് മിസൈൽ അതുപോലെ റോക്കറ്റ് ഡിസൈൻ എഞ്ചിനീയർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. വളരെ അറിയപ്പെടുന്ന നാസയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഫ്രിറ്റ്സ് ഹാബറാണ്. അദ്ദേഹം ഒരു നോബൽ പ്രൈസ് ലോറിയറ്റ് ആണ്. അദ്ദേഹം കെമിസ്ട്രിയിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് ഫ്രിറ്റ്സ് ഹാബർ. പിന്നെ അവിടുത്തെ യൂജീൻ പോൾ വിഗ്നർ എന്നുള്ള, യൂജീൻ പോൾ വിഗ്നറിനും ഇതേപോലെ തന്നെ ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് യൂജീൻ പോൾ. പിന്നെ കാൾ ബാഷ് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് നേടിയിട്ടുള്ള അദ്ദേഹമാണ്.
പിന്നെ കാൾ ഫ്രൈഡ്രിക് ഷിങ്കൽ, അദ്ദേഹം ഇതുപോലെ ലോകം അറിയപ്പെടുന്ന ഒരു വിശ്വവിഖ്യാതനായ ഒരു ആർക്കിടെക്റ്റാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ചിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ കൊണാഡ് സ്യൂസ്, ഈ കൊണാഡ് സ്യൂസ് എന്ന് പറയുന്ന ആൾ ആണ് ഇന്നത്തെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളുടെയും ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ കമ്പ്യൂട്ടറിൻ്റെ ഡിസൈൻ, അതായത് പുതിയ മോഡൽ കമ്പ്യൂട്ടറുകളുടെ ഡിസൈൻ, അതുപോലെ അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് നമുക്കിന്ന് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള ആദ്യത്തെ പതിപ്പ് സൃഷ്ടിച്ച ആളാണ് അദ്ദേഹം. അതിൽ നിന്നാണ് ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടായി വന്നുള്ളത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടായി വന്നത് അവിടെ നിന്നാണ്, അതിൽ നിന്നാണ് തുടക്കം. ഓക്കെ, അങ്ങനെ ഇതുപോലെ പ്രസിദ്ധരായ ഒരുപാട് പേര് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരെ ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ബെർലിനെ പറ്റി കിട്ടിയിട്ടുണ്ടെന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം. എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അസിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ഫോർ നൗ. ഓക്കെ.